നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ബിജുക്കുട്ടൻ ചേട്ടാ, പ്രചോദ് ചേട്ടാ, നസീർക്ക. നമസ്കാരം. കായംകുളത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ദേവികുളങ്ങര പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങള്. എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. നമ്മൾ അങ്ങോട്ട് തുടങ്ങാല്ലേ? ആദ്യത്തെ ടീം കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കിഷോറേട്ടൻ തിരിച്ചു വരുന്നുണ്ട്. കൂടെ ശ്രീജു ആൻഡ് സൂര്യശ്രീ. നീ ഇതിനു മുമ്പ് മാളിൽ വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടില്ല. പിന്നെ സെക്യൂരിറ്റി നിന്നൊക്കെ ചിരിച്ചെന്തിന്? അയ്യോ, അത് കോമൺ ആയിട്ട് എല്ലാരും നോക്കി ചിരിക്കുന്നതല്ലേ. ആ കോമൺ എന്തടി എനിക്ക് കിട്ടാത്തത്? ആ കോമൺ എന്തടി എനിക്ക് കിട്ടാത്തത്? ബേബി, ഞാൻ കണ്ട് സെക്യൂരിറ്റി ഡോർ തുറന്ന് തന്നത്. നിനക്ക് ഇങ്ങനെ, എനിക്ക് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു ബേബി. ആൾക്കാർ ശ്രദ്ധിക്കുന്നത് നീ എങ്ങനെ കണ്ടു? നീ എങ്ങനെ കണ്ട്? നീ അവരെ നോക്കിയതുകൊണ്ടല്ലേ അവർ നിന്നെ ശ്രദ്ധിക്കുന്ന കണ്ടത്. വന്ന് നിന്ന് പറഞ്ഞാൽ മൊത്തം സ്കാൻ ചെയ്തല്ലടി. ബേബി നമുക്ക് അവിടെ പോയിരിക്കാം. ബേബി ഇനി വന്നേ. എന്തോടി നോക്കുന്ന? എന്തോ നോക്കുന്ന? നല്ലൊരു പ്രതിമ. ഏത് പ്രദീപ്? പ്രതിമ. ഓ അതാ. എന്റെ പെണ്ണിനെ ഞാൻ നോക്കും. ഒരു പ്രതിമയെ നോക്കാൻ ഞാൻ സമ്മതിക്കും. എന്റെ പൊസസീവ്. ഓക്കേ ബേബി, ഇങ്ങനെ കാണിക്കുന്നൊന്നും ശരിയല്ല കേട്ടോ. ഇങ്ങനെ കാണിക്കരുത്. ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. ഓവറാ? ഇച്ചിരി ഓവറാ. ഞാൻ ഓവറാ? ഓവറാ. ഞാൻ ഓവറാ? ബേബി, ഞാൻ ഓവറാടി. ഞാൻ ഓവറാടി. ഞാൻ ഈ മാളടിച്ച് തകർക്കട്ടാ. ഈ മാളിനടിച്ച് തകർക്കട്ടെ. നാക്ക് മുറിച്ചാല നിനക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യണ്ട. ഞാൻ ഓവർ. ബേബി ഓവറല്ല. പിന്നെ പക്ക മീറ്റർ. ബേബിയുടെ ഷർട്ട് അടിപൊളി. സീരിയസ് ആയിട്ട് ഒന്ന് ഹെഡ് ചെയ്യാനോ? ഒന്ന് ഊഹിക്ക്. അയ്യോ, ഒന്ന് വെച്ചത് ഗസ് ചെയ്യാനോ പറയണ്ടേ? എന്നെ പഠിപ്പിക്കണ്ട. എനിക്കറിയാം. എന്നെ നീ പഠിപ്പിക്കണ്ട. എനിക്കറിയാം. ഷർട്ട് ഏകദേശം ഒരു 1000 രൂപയായി കാണും. 1000 രൂപയുടെ ബട്ടൺസ് പോലും കിട്ടൂല. പിന്നെ 3000 രൂപയും കൊടുത്ത് ഒരു പാട്ടും പാടി. ട്രാക്ക് പാടാതെ. ഞാൻ പാടും. എനിക്കറിയാം. കേട്ടാ, അതെന്നെ പഠിപ്പിക്കണ്ട. പാന്റ് കണ്ട? ലെനിന്റെ പാന്റാ. എന്തിനാ ബേബി ചെയ്യുവത്തിയെ? ലെനിന്റെ പാന്റെന്ന് ഞാൻ പറയുമ്പം നീ പറയും എന്തിനു വല്ലവന്റെ പാന്റ് എടുത്തോണ്ട് അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെവി പൊത്തിയത്. ഞാനത് അടിക്കാൻ തുടങ്ങി. എനിക്കറിയാ ചെയ്യുമെന്ന്. ഷൂസ് കണ്ട? പൂമേട. മിണ്ടരുത്. മാളിനകത്ത് മാറ്റടിച്ച ചെവിക്കൽ ഞാൻ. എല്ലാം ബ്രാൻഡഡ് ആണല്ലേ? അങ്ങനെയാണല്ലോ ഡാഡി എന്നെ പഠിപ്പിച്ചത്. ഡാഡി എപ്പോ സ്റ്റേറ്റിൽ നിന്ന് വന്നാലും പറയും, മോനെ എന്ത് ചെയ്തില്ലെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് സമൂഹത്തിൽ വില കിട്ടുമെന്ന്. ഇത്രയും റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലേക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യൂ ബേബി. നീ എന്റെ പെണ്ണല്ലേ പെണ്ണെ? നിന്നെ എന്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്തിരിക്കുവോ? അക്സെപ്റ്റ് ഞാൻ ചെയ്യിക്കും. ഞാൻ ആരാ? കലിപ്പൻ. നീ ആരാ? കാന്താരി. അപ്പൊ നമ്മള് കലിപ്പന്റെ കാന്താരി. പക്ഷേ ഒരു കാര്യം, എന്നെ ചതിക്കരുത്. ഞാനോ? ബേബി, എന്റെ നിഘണ്ടുവിൽ പോലും ആ ഒരു വാക്കില്ല ബേബി. അയ്യോ, ചതിക്കരുത്. എനിക്ക് അത്രേ ഉള്ളൂ. എന്നെ ചതിക്കരുത്. ചതിക്കില്ല. സത്യമായിട്ടും ഇല്ല. സത്യം ചെയ്. സത്യം. സത്യം. എന്റെ ഫോണിങ് ബേബി, സംശയമാണോ എന്നെ? ഫോണ് താടി. ബേബി, ഫോണ് താടി. ബേബി, ബേബി, മോശമല്ലേ? ഞാൻ ഈ മാളടിച്ച് താറും. അല്ലേ ഫോണ്? ബേബി കണ്ടോ, പാസ്വേഡ് പോലും ഞാനത് ലോക്ക് പോലും ചെയ്തിട്ടില്ല. അങ്ങനെ വേണം. അങ്ങനെ വേണം. അങ്ങനെ വേണം. ഇതാരാ? തൈക്കുടം? അയ്യോ, തൈക്കുടമല്ല, തക്കുടു. തക്കുടുവാ? കസിനാണ്. പറഞ്ഞു വരുമ്പോ മുറച്ചെറുക്കനായിട്ട് വരും. ഇതാരടി? അഖിൽ? അയ്യോ, അതെന്റെ അകന്ന ഒരു ബന്ധു. അകന്ന ബന്ധു അകന്ന് തന്നെ ഇരിക്കട്ടെ. ഓ, കോഡ് ഭാഷ. ഇതാരടി ഇത്? അയ്യോ, അത് ADS എന്ന്. എന്റെ അമ്മ കുടുംബശ്രീയിലെ ADSന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതാണ്. ലോൺ എടുത്തിട്ടുണ്ടോ? ഇല്ല, ലോൺ എടുത്തിട്ടുണ്ട് ഞങ്ങള്. തൽക്കാലം ഞാൻ അവരെ വെറുതെ വിട്ടേക്കുന്നു. ഓ, മനു. ഏതാടി മനു? കുഞ്ഞുനാള് തൊട്ട് എടുത്തോണ്ട് നടന്ന ഒരു പയ്യനെ. അത് ഇപ്പൊ അവൻ എത്ര വയസ്സുണ്ട്? ഒരു 21 വയസ്സ് കാണും. പോയി ബേബി. ഇതൊക്കെ ഇതാരടി? കുട്ടു, 4 ലവ് ചിഹ്നം, ഒരു ഉമ്മ, 12 മണിക്ക് വീഡിയോ കോൾ ചെയ്തിരിക്കുന്നത്. അച്ഛനാ ബേബി. അച്ഛനായിരുന്ന? കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് മൊത്തം സ്ത്രീകളാണല്ലോ, മൊത്തം കൂട്ടുകാരികളാണല്ലോ. അത് മതി. ഇതേതാ? കൃഷ്ണ? കൃഷ്ണനല്ല, കൃഷ്ണേന്ദു എന്റെ കൂട്ടുകാരിയാ. ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ ബേബി ഇപ്പൊ എന്റെ ഫോണൊക്കെ സെർച്ച് ചെയ്തില്ലേ? ബേബിയുടെ ഫോണ്ടാ?
ബേബി ഫോൺ താ. ഫോൺ താ ബേബി. ഫോൺ താ ബേബി, ഞാൻ നോക്ക. വിശ്വാസമില്ല എന്നാ നിനക്ക് വിശ്വാസമില്ല? വിശ്വാസമില്ലാഞ്ഞിട്ടാണോ ബേബി? നമ്മൾ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലല്ലേ? ഫോൺ താ ബേബി. ഫോൺ നിന്റെ പ്രശ്നം തീരും. തീരും. ഇവിടെ അയ്യോ, എന്നിട്ട് പാസ്വേഡ് പറ ബേബി. പാസ്വേഡ് പറ. പാസ്വേഡ് കിട്ടിയിപ്പോ എന്തിന്? പാസ്വേഡ് കിട്ടിയല്ലേ പാസ്വേഡ് കിട്ടിയിപ്പോ എന്തിന്? പാസ്വേഡ് കിട്ടിയല്ലേ തുറന്നു നോക്കാൻ പറ്റൂ ബേബി. പാസ്വേഡ് ഞാൻ തരാം. ആ പക്ഷെ അതിനകത്തൊരു തേങ്ങ ഇല്ലെങ്കിൽ ഈ മാളിൽ വെച്ച് നമ്മൾ പിരിയും. ബേബി പിരിയും. ബേബി പിരിയും നമ്മൾ. ബേബി അങ്ങനെ പറയല്ലേ ബേബി. പാസ്വേഡ് താ ബേബി. എനിക്ക് ബാത്റൂമിൽ പോകണം. ബേബി പാസ്വേഡ് പറഞ്ഞു. ഇല്ല, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. നീ ഫോൺ ഞാൻ മൂത്രം ഒഴിക്കുന്ന ഫോണിൽ കൂടെയാണോ? എനിക്ക് ബാത്റൂമിൽ പോയാൽ ഫോൺ വേണം. ബേബി ഫോണതാ തരത്തില്ല. തരത്തില്ലേ? ഇച്ചിരി കലിപ്പനായാൽ എന്താ? ഈ ഒരു സാധനത്തിനെ കല്യാണം കഴിച്ചേ നിവർത്തിയുള്ളൂ. 10 കാശും കിട്ടും. സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരൊക്കെ കൂടെ വേണം. നമ്മൾ ആരെ പോയി ഇനി കല്യാണം കഴിച്ച് പ്രേമിച്ച് ഇനി ഒരു ചുമ്മാ. എന്ത് ബേബി? എന്താ സൗണ്ട് കേട്ട്? പട്ടി പട്ടി മൂത്രം ഒഴിക്കാൻ പോയതല്ലേ? മൂത്രം ഒഴിക്കാൻ പോയി ഒരു പട്ടി. അതാര് ബേബി? ഹര ഹര തീവ്രം വീക്ഷണം ആനന്ദാദേ ഭാഷണം ബഹുവിധ കർമ്മം ആത്മനിഷ്ഠം ഇവിടെ വരെ നീ എന്തിനാ എന്റെ പട്ടി അടുത്തൊന്ന് പോടിയത്? പട്ടി അടിക്കാൻ വന്ന് നെഞ്ചും പിരിച്ച് നിൽക്കാൻ പറ്റും. ഓടാനല്ലേ പറ്റുള്ളൂ. സത്യം പറ, നിങ്ങൾ പോലീസ് വണ്ടിക്കകത്താണോ മൂത്രം ഒഴിച്ചത്? അല്ല, നിന്റെ പേരെന്തുവാടാ? നിന്റെ പേരെന്തുവാന്ന്? കൃഷ്. ഒറിജിനൽ പേര് പറ. കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടിന്നോ? എന്നോട് പറഞ്ഞു കൃഷ് എന്നല്ലേ? അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാല് പെമ്പിള്ളേർക്ക് എന്റെ അടുത്ത് ക്രഷ് അടിച്ചിട്ട് വരും ഒരു ക്രിസ്പിക്ക് വേണ്ടി. നിന്റെ വീട് എവിടെ? നെടുമങ്ങാട്. നെടുമങ്ങാട് മറ്റേ ബാങ്കിയോളം പോകുന്ന വഴിക്ക്. ബാങ്കോളം പോണ വഴിക്ക് അവിടുന്ന് മറ്റേ ഒരു യു ടേൺ അടിച്ച് തിരിഞ്ഞ് അകത്തോട്ട് കയറി പോകണം. നിന്റെ അച്ഛന്റെ പേരെന്തോന്ന്? അച്ഛന്റെ പേര് കുഞ്ഞുണ്ണി. സത്യം പറടാ, നിന്റെ അച്ഛന്റെ ശരിക്കുള്ള പേരെന്തോടാ? പുത്തേടത്ത് കുഞ്ഞുണ്ണി. പുത്തേടത്ത് കുഞ്ഞുണ്ണി. ഡേയ്, നീ നെടുമങ്ങാട്ട് പുത്തേടത്ത് കുഞ്ഞുണ്ണിയുടെ മോനാ? കാരണം അറിയാമോ? കൊള്ളാം. ഇനി പേടിക്കണ്ട. എനിക്കറിയാവുന്ന എനിക്കറിയാം. നിന്റെ അച്ഛൻ ഇപ്പോഴും അവരോട്ടം പോകണ്ടാ? കൃഷ്ണ, നീ എന്തൊക്കെയാ പറഞ്ഞു? എന്നോട് പറഞ്ഞു അപ്പ ഡാഡി നിന്റെ സ്റ്റേറ്റ്സിലാണെന്നല്ലേ പറഞ്ഞു? കേട്ടന്റെ മിസ്റ്റേക്ക് അല്ലേ? എനിക്കിപ്പോ ഞാൻ പറഞ്ഞ എസ്റ്റേറ്റിൽ എന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യാൻ പറ്റും? അണ്ടി ഓഫീസിൽ കൊണ്ടിരുന്ന അമ്മ ഉണ്ടല്ലേ, അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ അണ്ടി ഓഫീസിലല്ലേ? അമ്മ ലോട്ടറി കച്ചവടല്ലേ? ലക്ഷങ്ങളുടെ ബിസിനസ് ആണ് അമ്മയ്ക്കെന്നല്ലേ എന്നോട് പറഞ്ഞു? ലോട്ടറി എന്ന് പറഞ്ഞാൽ 75 1 കോടി ലക്ഷം. ഈ സാറ് ഇവക്ക് അറിഞ്ഞോണ്ടാ സാറ് വന്നോണ്ടാ സത്യം തെളിഞ്ഞ. ഇല്ലെങ്കിൽ ഇവിടെ എന്റെ അമ്മയെ തെറ്റിദ്ധരിച്ചത് കാലാകാലം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇവനെ എങ്ങനെ പരിചയപ്പെട്ട്? ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയം. എത്ര നാളായി? 6 days. 6 ദിവസം ഇൻസ്റ്റാഗ്രാം വഴി. ഇപ്പോഴത്തെ പിള്ളേർക്കല്ല ഇതാ ഒരു കുഴപ്പം. ഇൻസ്റ്റാഗ്രാമിൽ ഏവനെങ്കിലും വന്ന് ഇങ്ങനെ കിണിച്ചോണ്ടിരുന്ന അപ്പടെ അങ്ങ് പരിചയപ്പെടും. പിന്നെ അവനാണെങ്കിൽ മൂലം പൊങ്ങി കാണ്ടാമൃഗത്തിന്റെ മുകളിൽ ഒരു ബൈക്ക് ഇറങ്ങിയ അതിന്റെ പുറകെ കയറി ഇങ്ങനെ ഇരുന്ന് പിന്നെ യാത്രയേക്കുക. എന്റെ പൊന്നു കൊച്ചേ ഫ്രാഡ്. സാർ, ഇത് സാർ ഉദ്ദേശിക്കുന്ന ആളല്ലായിരിക്കും സാർ. ഒന്ന് സൂക്ഷിച്ചു നോക്കൂ സാറേ. നിന്റെ പേരെന്തുവാ? എന്റെ പേര് സ്നേഹലത. എന്റെ അടുത്ത് നീ റിച്ചു എന്നല്ലേ പറഞ്ഞു? നിനക്ക് മാത്രം കള്ളം പറഞ്ഞാൽ മതി. എനിക്ക് എന്റെ മോളു, ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു ATM കവർച്ച നടന്നറിഞ്ഞ 15 ലക്ഷം രൂപ പോയത്. അവിടുന്ന് മണപ്പിച്ചത് എന്റെ പട്ടി വന്ന് മണപ്പിച്ചത് ഇവനാണ് ATM കവർന്നിരിക്കുന്നത്. 15 ലക്ഷത്തിന് എത്ര പൂജ്യം ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞു. നിനക്ക് ഞാൻ പഠിപ്പിച്ചാലോ എത്ര പൂജ്യം ഉണ്ടെന്ന്? സാറേ, എനിക്ക് ATM കാർഡ് പോലും ഇല്ല. ആകെ ഞാൻ ഈ ATM-നകത്ത് കയറുന്ന ചൂട് സമയത്ത് ഇത്തിരി AC ഉള്ളായി. അല്ല, എനിക്ക് ഇതിനെപ്പറ്റി ഒരു പരിപാടി എനിക്ക് അറിഞ്ഞൂടാ. എടാ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ പട്ടിയുണ്ടല്ലോ, അതായത് പോലീസ് നായ ബ്രൂണോ, അവനെ തെറ്റില്ല. അവൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിരിക്കും. ഇവൻ ചെയ്ത എന്താണെന്നറിയാമോ? ATM-ലെ ക്യാമറ കംപ്ലീറ്റ് അങ്ങ് മറച്ച് എന്നിട്ടാണ് ഇവൻ കവർന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു തെളിവ് അവിടെ കിടന്ന്, അവിടെ ഒരു കർച്ചീഫ് കിടന്ന്, അതിൽ മണപ്പിച്ചിട്ടാണ് എന്റെ ബ്രൂണോ ഓടി വന്ന് ഇവന്റെ ഈ പാന്റിൽ ഷർട്ടിൽ മണപ്പിച്ചത്. ഇവൻ തന്നെയാണ് കവർന്നത്. സത്യം പറ, നിങ്ങളാണോ ചെയ്തത്? എടി, ഇത് എന്റെ പാന്റ് ഷർട്ട് പോലും അല്ല. സത്യം പറ, നിങ്ങളായിരിക്കുമോ ചെയ്തിട്ടുള്ളത്? എത്ര കൃത്യമായിട്ട് പട്ടി എന്റെ വരുന്നില്ല. പൊന്ന് സാറേ, ഇത് എന്റെ കൂട്ടുകാരെ സുനീര പാന്റ് ഷർട്ടുമാണ്. ഞാൻ അതെടുത്തിട്ടുണ്ട് ഇവിടെ കാണാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഈ കോലക്കെട്ടി ഇവിടെ വന്നു. ഒന്നുകൂടെ പറ, ആരുത്? സുനീരത്. എങ്ങനെയാ സുനി എവിടെയാ? ഹലോ, സ്പീക്കർ കംപ്ലൈന്റ് സാറേ, ഞാൻ തന്നെ സംസാരിച്ചു. ഹലോ, എടാ സുനി, പിന്നെ നീ എവിടെ നിൽക്കണേ? ടൂർ പോകാൻ പോണാ? അത് നിന്റെ വീട്ടിൽ ആളില്ലാത്തോണ്ട് ഞാൻ ഡ്രസ് എടുത്തിട്ടത്. അതിനിപ്പോ എന്ത്? അയ്യോ എന്തുവാ സാറേ, അവൻ എന്റെ അടുത്ത് ചോദിച്ചു അവന്റെ വീട്ടിൽ അനുവാദം ഇല്ല ഈ ഷർട്ട് എടുക്കാൻ പോയി എന്തിനാണ് അവൻ എന്റെ അടുത്ത് ചോദിക്കണം. പിന്നെ അവന്റെ അടുത്ത് ഞാൻ ചോദിച്ചു നീ എവിടെയെന്ന്. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ല, അവ എവിടെയൊക്കെ ടൂർ പോകാൻ പോവേണം. അവനെ എന്തായാലും പോലീസ് തന്നെ പോലീസ് സ്റ്റേഷനിൽ ടൂർ കൊണ്ടുപോകും. നീ ഒരു കാര്യം മനസ്സിലാക്കണം മോനെ, ഇത് പണ്ടത്തെ കാലമല്ല, കാലം മാറി.
പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഏത് കൂട്ടുകാരനെ വീട്ടിൽ ചെന്ന് ചോദിക്കാതെ അവൻ്റെ ഷർട്ടോ പാൻറ്റോ പേഴ്സോ എന്ത് വെള്ളെടുത്തുണ്ടാവും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് മെസ്സേജാണെന്ന് വിചാരിക്കരുത്, ഇതൊരു ഉപദേശമാണെന്ന് കരുതിയാൽ മതി. ആർഭാടവും അത്യാഗ്രഹവും ഒഴിവാക്കി അവനവനുള്ളത് കൊണ്ട് മനസ്സമാധാനം ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ ശ്രമിക്കുക. മനസ്സിലായല്ലേ? കലിപ്പന്റെ കാന്താരി. അത് മതി. കലിപ്പന്റെ കാന്താരിക്ക് ഒരു നല്ല കൈയടി. പ്രചോദേട്ടാ, ശ്രീജു, കിഷോർജി, സൂര്യശ്രീ, നല്ല ഉഗ്ര സ്കിറ്റായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുന്നുള്ള. നിങ്ങൾ 3 പേരും കളിച്ച് കയറ്റിയെന്ന് പറയാം. അതാണ് അതിൻ്റെ ഒരു മിടുക്കുന്നത്. കാര്യം നിങ്ങളുടെ ആദ്യം ശ്രീജുവും സൂര്യശ്രീയും തമ്മിലുള്ള കോമ്പിനേഷൻ പരിപാടി നല്ല രസമായിട്ട് ചെയ്യണം, നല്ല ലൈഫായിരുന്നു. ശ്രീജുവിൻ്റെ ആദ്യത്തെ ഒരു തുടക്കം എന്നൊക്കെ പറയുന്നത് ഗംഭീര. കാര്യം നമ്മളതൊരിക്കലും ചിന്തിക്കുന്നില്ല ഇയാൾ എങ്ങനത്തെ ക്യാരക്ടറാണ്. ആദ്യം തന്നെ ക്യാരക്ടറൊക്കെ രജിസ്റ്റർ ചെയ്തു. പിന്നെ സൂര്യശ്രീ ആയിട്ടുള്ള കോമ്പിനേഷൻ നിങ്ങളുടെ കൗണ്ടറുകളെല്ലാം വർക്കായി. പിന്നെ കിഷോർജി വന്നു. എനിക്ക് ഈ ക്ലൈമാക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഉഗ്രം ക്ലൈമാക്സ് ആണ് ഈ സിനിമ. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം തന്നെ കിഷോർജി കുറേ നാളുകൾക്ക് ശേഷമാണ് കിഷോർജിയെ കാണുന്നത്. തീർച്ചയായിട്ടും. എന്ത് പറ്റിയ കിഷോർജി ഇടയ്ക്ക് എന്തായിരുന്നു വല്ല അല്ല, അന്ന് ബ്രീത്തിങ് പ്രശ്നമായിട്ട് പോയില്ലേ? അത് ശരി. അപ്പം ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടിപ്പോയി. 19.6 ആയിപ്പോയി. അത് ശരി. ഒരു 1/200 എടുത്ത് കളഞ്ഞല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും വീണ്ടും പൂർവാധികം ശക്തിയോടെ വന്ന് വളരെ ഗംഭീരമായിട്ട് കളിച്ചതിനൊരു ഉഗ്രം കൈയ്യടി അങ്ങ് തരിക. 3 പേരും നന്നായിരുന്നു കേട്ടോ. സൂര്യശ്രീ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നുണ്ട് സൂര്യശ്രീ പെർഫോം ചെയ്തതിനെക്കുറിച്ചൊക്കെ നല്ല കമൻറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ ശ്രീജു, നിങ്ങളും അസാധ്യമായിട്ട് ഇപ്പോൾ ആൾക്ക് പ്രഷറൊക്കെ പറയുന്ന ശ്രീജു അടുത്ത സിനിമയിൽ പ്രതീക്ഷിക്കാം. ഇന്നലെയൊക്കെ സിനിമ എന്നൊക്കെ ആരോ വിളിച്ച് സംസാരിച്ചു. അല്ല, എനിക്ക് തോന്നുന്നു ബിബിൻ ജോർജ് വിളിച്ച് സ്കിറ്റുകൾ ഇവിടുത്തെ സ്കിറ്റുകളെ പറ്റി ഭയങ്കര അഭിപ്രായം. സിനിമാറ്റിക് മോഡലുള്ള സ്കിറ്റുകളാണ് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം 10-20 മിനിറ്റ് ബിബിൻ ജോർജ് ഇന്നലെ കുറേ നേരം സംസാരിച്ചു. അല്ല, ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരും പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് സിനിമാ മേഖലയിലുള്ള ആൾക്കാരൊക്കെ വിളിച്ച് നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായം, അതായത് ഇവിടെ പെർഫോം ചെയ്യുന്ന ഓരോ ആർട്ടിസ്റ്റുകളെ കുറിച്ച് എടുത്തു പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല സ്കിറ്റുകളായിട്ട് ഇനിയും വരിക. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. നസീർക്ക, സാധാരണ ഒരു സ്കിറ്റിൻ്റെ തുടക്കത്തിൽ 2 പേരിൽ നിന്ന് കുറേ നേരം കളിച്ച് വരുമ്പോൾ നമുക്ക് ലാഗ് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങൾ 2 പേരും ലാഗ് ഫീൽ ചെയ്യിപ്പിക്കാതെ അത് നല്ല ഫോളോ അപ്പ് ആയിട്ട് കൊണ്ടുപോകും. പല സ്കിറ്റിൽ നമ്മളങ്ങ് കാണാറുണ്ട്, നമ്മൾ അന്നേരം പറയുകയും ചെയ്യും ആ 2 പേര് കുറച്ച് ഓവറായിപ്പോയി, കുറേ ലെങ്ത് ആയിപ്പോയിന്ന്. പക്ഷേ ഇത് ഭയങ്കര രസമായിരുന്നു ആ പോർഷൻസൊക്കെ. പിന്നെ എനിക്ക് നിങ്ങളുടെ കളി വെച്ച് നോക്കുമ്പോൾ ഇതിലപ്പുറമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഒരു 1:30 ഏതാണ്ട് വാങ്ങിച്ചില്ല. അത് അന്ന് ഞാൻ ഇല്ലായിരുന്നു. അത് ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാണാൻ പറ്റത്തിൽ സങ്കടമുണ്ട്. അതേപോലുള്ള പുതിയ പുതിയ കണ്ടന്റുകളൊക്കെ ആയിട്ട് വീണ്ടും വരിക. ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ, 3 പേരും തകർത്തട്ടാ. നല്ല സ്കിറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ നമ്മൾ ഈ കലിപ്പിൻ്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ആളുകൾ തമ്മിലുള്ള സ്കിറ്റുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ എന്താണ് പറയുക, കണ്ടുമുട്ടുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ അപ്പം തന്നെ അങ്ങനെ പൊളിയോ സംഭവം. ഇതങ്ങനെയല്ല, നിങ്ങൾ ലാസ്റ്റാണ് പൊളിച്ചത്. എനിക്ക് ക്ലൈമാക്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സിനിമയിലും സീരിയലിലൊക്കെ വന്നിരിക്കുമ്പോൾ ഒരുപാട് ഷർട്ട്, കാരണം ഞാൻ എപ്പോഴും കടം വാങ്ങിക്കില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ ഷർട്ടോ പാൻറ്റോ ഷൂ ഒന്നുമില്ല. എല്ലാം ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ അവന്മാരില്ലാത്ത സമയത്ത് അമ്മ എന്ന് വിളിക്കുമ്പോൾ അമ്മോനെ അകത്ത് കയറി എടുത്തോന്ന് പറയും. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. കാരണം എന്തൊക്കെയാണ്, ഒരു സൈക്കിളിൻ്റെ ബാക്കിൽ വരെ നമുക്ക് കയറാൻ പറ്റൂല. കാരണം അവൻ എന്തൊക്കെ കുണ്ടാമണികൾ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. ആ ക്ലൈമാക്സ് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ സൂര്യ ശ്രീജുവിൻ്റെ ഒപ്പം നിന്നിട്ട് നല്ല ഗ്രാൻഡായിട്ട് കോമഡികൾ പറഞ്ഞു. പിന്നെ ബ്രാൻഡഡ് ആയിരുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ തന്നെയാണ്. കാരണം പൊങ്ങച്ചം കാണിച്ചിട്ട് ഇങ്ങനെ പോകും. എന്തായാലും ക്ലൈമാക്സും അതുപോലെ തന്നെ തുടക്കം അവസാനമൊക്കെ നന്നായി അടിപൊളിയായിരുന്നു. 3 പേരും ഗംഭീരമായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം കിടിലിനായിട്ട് വരും കേട്ടോ. താങ്ക് യു ചേട്ടാ. അപ്പം മാളിൽ നിന്ന് മാട്ടടിക്കാത്ത സ്കിറ്റിന് എത്ര കൊടുക്കാം നസീർക്ക? ഞാനൊരു 15,000 രൂപ കൊടുക്കും. 15,000 രൂപ. അടിപൊളി. ഞാനും ഒരു 15,000 രൂപ കൊടുക്കാം. ടോട്ടൽ 30,000 ആയിട്ടുണ്ട്. പ്രചോദേട്ടാ, ബാക്കി ഞാൻ കൊടുത്തേക്കാം. കാരണം ഈ പൊങ്ങച്ചോ കഴിഞ്ഞ അവസാനം ഫോണിന്റെ സ്പീക്കർ പോലും അത് ഒരു 1.5 പരിപാടിയൊക്കെ ഒരാളിങ്ങനെ കയറ്റി വെച്ചിട്ട് അവസാനം ഫോണിന്റെ സ്പീക്കർ കംപ്ലൈന്റ് ആണ്. നമ്മൾ ചിന്തിക്കത്തില്ല. സത്യം. പിടിച്ചു. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 60,000 രൂപ. അടിപൊളി. അപ്പം ഉഷാറായിട്ടുമായിട്ട് വാ ശ്രീജു. ഓക്കെ ഓക്കെ, ശരി എന്നാ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെയിൽ അടുത്ത സ്കിറ്റ് അല്ല. അതെന്താ? നമ്മുടെ ഒരു സ്പെഷ്യൽ, നമ്മുടെ വകയല്ല, നമ്മുടെ കൂട്ടുകാരന്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. വേറെ ഐറ്റം ആണ് വരാൻ പോകുന്നത്. എന്തായാലും ഐറ്റം വേറെയാണല്ലോ. നമ്മൾ ഐറ്റം വേറകൾ മാത്രമല്ലേ നമ്മുടെ ഈ ഐറ്റം വേറൽ വരുള്ളൂ.
ഫുട്ബോൾ കൊണ്ട് എന്തൊക്കെ കാണിക്കാവോ അതെല്ലാം കാണിക്കും. അടിപൊളി. ഔ. അങ്ങനത്തെ ഒരു ഉഷാർ ഐറ്റം. വിളി. ലെറ്റ്സ് വെൽക്കം അഖിൽ റാസി. അഖിൽ റാസി, അഖിൽ റാസി. വെൽക്കം ടു ഇത് ഐറ്റം വേറെ. ഇനി പറഞ്ഞോളൂ. അഖിൽ റാസിന്റെ വീട് എവിടെയാ? മലപ്പുറം ജില്ലയിൽ ചങ്ങരംകുളം പറയുന്ന സ്ഥലം. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് പ്രാക്ടീസ്? ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 years ആയി. ഓ, ഫുട്ബോൾ കളിക്കാറുണ്ടോ അതോ? ഫുട്ബോൾ കളിച്ചിരുന്ന ഒരു ഇഞ്ചുറി വന്നപ്പോൾ ഞാൻ ഈ മേഖലയിലേക്ക് മാറുക ചെയ്തത്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ഈ ഫുട്ബോളിൽ ബാലൻസിങ് ആക്ട് ചെയ്യും, പിന്നെ സ്കിൽസ്? മെയിനായിട്ട് ബാലൻസിങ് ആക്ട്, ഗ്യാസ്, ലാഡർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തല വെച്ച് ബാലൻസ് ചെയ്യുന്നത്. എന്താ പറയൂ എന്താണ് ഗ്യാസ്? അതെ അതെ, അതൊരു പിടുത്തം കിട്ടുന്നില്ല. എന്താണ് ലാഡർ? ലാഡർ പിന്നെ അറിയില്ലല്ലോ. അറിയില്ല. അപ്പൊ ഇതൊക്കെ ഈ ഗ്യാസ്, ലാഡർ ഇതെന്താണെന്നുള്ളത് നമ്മള് അഖിലിന്റെ അടുത്ത് നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഒരു നല്ല കൈ കേട്ടാ. ഇത് ഐറ്റം വേറെ.
എടുക്കാൻ പോവാണ്. എന്റെ അമ്മച്ചി. അഖിൽ റാസിക്ക് ഒരു വലിയ കൈഡി കേട്ടോ, ഒരു വലിയ കൈഡി, കിടിലായിട്ടുമായിരുന്നു പ്രചോദേട്ടാ. അഖിൽ റാസി ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ, അടിപൊളിയായിരുന്നു. താങ്ക് യു. കാരണം നമ്മൾ ഇങ്ങനെ ആക്ട് പലതും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത കുറേ പരിപാടികൾ ഇന്ന് ഇതിനകത്ത് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഇത് ബോൾ വെച്ചിട്ട് സാധാരണ ടീഷർട്ട് ഊരുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഇടുന്ന ഒരു പരിപാടി, തിരിച്ചിടുന്ന പരിപാടി, അതിനൊരു ഉഗ്രം കൈഡി കൊടുക്കും. താങ്ക് യു സർ. എന്താണ് ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ? നമ്മൾ ഇതിലേക്ക് തിരിയാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഒരു ആക്ടിലേക്ക് തിരിയാനുള്ള കാരണം? പിന്നെ ഈ സാഹചര്യം വെച്ചിട്ട് എനിക്കറിയാം ഞാൻ ഇപ്പോൾ എത്രത്തോളം കളിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ നിർത്തിക്കോന്ന് പറയും. അപ്പോൾ ഞാൻ ഫുട്ബോളിന് അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മേഖല ചൂസ് ചെയ്യുന്നത്. അടിപൊളി അടിപൊളി. ഒരു മലപ്പുറംകാരൻ്റെ, അതായത് ഓരോ വ്യക്തി എടുത്ത് നോക്കിയാൽ അവരുടെ ഫുട്ബോളിനോട് മൊത്തം ഒരു ആവേശമുണ്ട്. അത് പ്രതിനിധീകരിച്ചാണ് ഇന്നിവിടെ അഖിൽ റാസി, അഖിലിൻ്റെ പെർഫോമൻസ് ഇവിടെ നമ്മൾ കണ്ട കാര്യം. അതല്ലാതെ ഇത്രയും ഒരു പരിപാടി നമുക്ക്, കാര്യം ലാഡർ പരിപാടികളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുക. ലാഡർ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഇതിൽ പരിപാടി, പിന്നെ അതുപോലെ ഗ്യാസ് വെച്ചുള്ള പരിപാടി, അതൊക്കെ നമുക്ക് അതൊട്ടിപ്പോയി. കാലിക്കുറ്റിയല്ല, ഗ്യാസ് ഉണ്ടതിനകത്ത്. അതെ, നിറക്കുറ്റിയാണ്. ഷോ ആയിട്ട് നമ്മൾ വെളിയിൽ പോകുന്നുണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്? അതായത് ഉണ്ട്, ഞാൻ ഒരുപാട് ഇനാഗ്രേഷനും പ്രോഗ്രാംസിനും ഒക്കെ പോയിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇതെല്ലാം ഇങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും എന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയുമാണ്. അഖിലിന് കുറച്ചധികം റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. അഖിൽ ഒന്ന് പ്ലീസ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അതുപോലെ തന്നെ URF വേൾഡ് റെക്കോർഡ്, പിന്നെ ഇക്കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന് അവരെ ഗസ്റ്റായിട്ട്, സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഒരു വ്യക്തിയായിരുന്നു. അല്ല, ഞാൻ പറയായിരുന്നു, ഇപ്പം നമ്മൾ ഒന്നില്ലെങ്കിൽ അടുത്തതിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് പറയും അല്ലേ? ഫുട്ബോളായിരുന്നു നമ്മുടെ, ഫുട്ബോൾ കളിക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷേ അതിൽ നടക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു. അതിന് ഒരു ഇഞ്ചുറി ആയി. അപ്പോൾ വീട്ടുകാരെന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ നിർത്തിക്കോ, ഞാൻ പന്തിന്റെ പിന്നാലെ പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ തന്നെ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തട്ടിയിട്ട് ഓരോ സ്കിൽസും കാര്യങ്ങളും കണ്ടുപിടിച്ച് പിന്നെ എൻ്റെതായ കുറച്ച് വെറൈറ്റീസ് അതിൽ ആഡ് ചെയ്ത്, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വേദിയിലൂടെ. എന്തായാലും ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് ഇത് ഐറ്റം വേറെ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോറിൽ നേരിട്ട് കാണാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അഖിൽ ഇനിയും ഞെട്ടിക്കാനായിട്ട് വരിക. തീർച്ചയായും. ഓൾ ദി ബെസ്റ്റ് അഖിൽ. അല്ല, നമ്മുടെ വീട്ടിലെ ഗ്യാസ് കുറ്റി തീർന്ന ഒരു ഗ്യാസ് കുറ്റി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ നമ്മൾ ആ ഏരിയയിലേക്ക് പോകില്ല. അത്രയും നിറ കുറ്റി ഇവിടെ നിർത്തുക എന്ന് പറഞ്ഞാൽ അത് എത്ര ദിവസത്തെ പ്രാക്ടീസിൻ്റെ ഒരു ഫലമായിരിക്കും. ഇതെല്ലാം ഇവിടെയാണ് നിർത്തുന്നത്. അതിൻ്റെ ഒരു ക്ഷമ ആലോചന, ഈ ബോളിൻ്റെയും ആ ചെയറിൻ്റെയും ആ ലാഡറിൻ്റെയൊക്കെ ഒരു ക്ഷമ ആലോചന. ഈ സാധനത്തിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കണ്ടേ, അത് ഒരുപാട് പ്രയത്നത്തിൻ്റെ ഫലമാണ് അഖിൽ റാസി ഇപ്പോൾ കാണിച്ചത്. അതിൻ്റെ ഒരു കഥ പറയാണ്ട് ഗ്യാസും കുറ്റി വെക്കണത്. വീട്ടിലന്ന് ഇലക്ഷൻ ആയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷന് വീട്ടുകാരെല്ലാവരും ഇലക്ഷന് പോയി. ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടില്ല ഞാൻ ഈ ഗ്യാസും കുറ്റിക്ക് വേണ്ടിയിട്ട്. കാരണം ഇത് വീട്ടുകാരുള്ളപ്പോൾ ചെയ്യാൻ പറ്റില്ല, സമ്മതിക്കില്ല. അവര് പോയ തക്കം നോക്കിയിട്ട് അരമണിക്കൂർ കൊണ്ടാണ് ഞാൻ. ഈ ഗ്യാസ് കുറ്റി പുറത്തല്ലേ വരുള്ളൂ, ഒരു ഗ്യാസ് കൊണ്ടുവന്ന് പുറത്തല്ലേ വെക്കുള്ളൂ, അകത്തേക്ക് കൊണ്ടുപോകണം ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മടി കാണിച്ചപ്പോ ഇത് പറയും, എനിക്ക് അതൊക്കെ തലേ കയറ്റാൻ നേരമുണ്ട്. അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇനിയും ഇതിലും വെറൈറ്റി ആയിട്ട് പറ്റുമെങ്കിൽ വീടെടുത്ത് മൂക്കേ വെച്ച് അങ്ങനത്തെ വെറൈറ്റി ആയിട്ട് വീണ്ടും വരിക. ഓൾ ദി ബെസ്റ്റ്. അഖിൽ റാസി അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. ഈ ഫുട്ബോളിൽ എന്ത് ഇഞ്ചുറിയാണ് പറ്റിയത്? ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് ടെസ്റ്റിസിന്റെ ഇടയിൽ ഒരു മുഴ വന്നിട്ട് അത് ശ്രദ്ധിക്കാണ്ടായി. ഫൈനലൈസ് ആയിട്ട് അറിഞ്ഞത്. മേജർ സർജറി കഴിഞ്ഞു. അതിന്റെ ശേഷം പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഇനി കളിക്കണത് നല്ലതല്ല, അങ്ങനെ പറ്റ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇനി കളിക്കണ്ടെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞു. ഉള്ളിലൊരു പേടിയായി. പിന്നെ ഇപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ടർഫ് എടുത്ത് കളിക്കുമ്പോൾ ജസ്റ്റ് ഗോളി നിൽക്കും.
അല്ല അഖിലിനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഈ ISL ഒക്കെ കാണുന്ന പ്ലേയേഴ്സില്ലേ അതിൻ്റെ ഒരു എന്താ ക്യൂട്ട്നെസ്സും അതുപോലെ തന്നെ ഫിസിക്കലി ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഞാനൊരു ഫിസിയോ ആണ്. ആണല്ലേ? ഞാനിപ്പോ കഴിഞ്ഞ KSL കാലിക്കറ്റ് FC അസിസ്റ്റന്റ് ഫിസിയോ ആയി. എനിക്ക് തോന്നണ അഖില് വീണ്ടും ഫുട്ബോളിലേക്ക് വരും, ഗംഭീരമായിട്ട് തിരിച്ചു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അഖില് പറഞ്ഞതിൽ എനിക്കൊരു കാര്യം വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഞ്ചുറി ആയ ആ സമയം വീട്ടിൽ റെസ്റ്റ് ചെയ്തല്ല, ആ സമയത്ത് നമ്മളറിയാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എനിക്ക് ആ പറഞ്ഞ കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം സ്പോർട്സ്മാൻമാർ മാത്രമല്ല, കലാകാരന്മാരും വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പരിപാടിയിലെ സമയത്ത് വേറെ പുതിയ പുതിയ ഐറ്റങ്ങൾ കണ്ടുപിടിക്കുക, പുതിയ സ്റ്റാറുകളെ കണ്ടുപിടിക്കുക. എല്ലാവരും ജോലിയുള്ളവരാരും ബിസിനസ്സുകാരായാലും. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അതുകൊണ്ടാണല്ലോ ഇന്നിവിടെ നിൽക്കാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നത് അഖിലിൻ്റെ മനസ്സിലുള്ളത് ഒരു ഫുട്ബോൾ പ്ലെയർ അല്ലേ, അതെനിക്ക് തോന്നുന്നു തിരിച്ചു വരുമെന്നാണ് തോന്നുന്നത്. അത് വരട്ടെ എന്തായാലും. കാരണം നിങ്ങളെ കാണുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ISL ഉള്ള എന്താണ് രാഹുലിനെയൊക്കെ പോലെയുള്ള നല്ല സ്കില്ലുള്ള ആളെ പോലെ എനിക്ക് തോന്നുന്നത്. അസുഖമൊക്കെ വന്ന് വരും, അതൊക്കെ മാറിക്കോളും, അതൊന്നും പ്രശ്നമല്ല. താങ്ക് യു സാർ. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? സാർ ഉപ്പ, അമ്മ, വല്യമ്മ, ബ്രദർ. എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാം. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല നല്ല സ്കില്ലുകളായിട്ട് വരിക. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റെല്ലാം മാറും, വീണ്ടും തിരിച്ചു വരും ഫുട്ബോളിലേക്ക്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. അപ്പൊ എല്ലാരോടും നമ്മുടെ ഐറ്റം വേറെ അന്വേഷണം പറയാ. അഖിലിന്റെ ഇടവും മല നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കാം. തീർച്ചയായിട്ടും. ഇതേപോലെ ഒരുപാട് ഐറ്റങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ബിജുക്കുട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ തിരിച്ച് ഫുട്ബോളിലേക്ക് വരാനും ഫുട്ബോൾ കളിക്കാനും പറ്റട്ടെ. അഖിൽ ഒരു നല്ല കൈഡി. ഓക്കെ, താങ്ക് യു. ഇതാ അങ്ങയുടെ ബോൾ. താങ്ക് യു ബ്രദർ, താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വരയുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് പെർഫോം ചെയ്യാൻ വരുന്നത്. സൈന്ദവുണ്ട്, അനന്യുണ്ട്, ദേവി ലക്ഷ്മി ഉണ്ട്. ഇവരെ 3 പേരെയും ലെറ്റ്സ് വെൽക്കം. ഇത് ഐറ്റം വേറെ. എന്റെ ഭഗവാനെ, പാരമ്പര്യമായി കിട്ടിയ ഹോട്ടലാണിത്. അച്ഛൻ്റെ അനുഗ്രഹം എന്നും എനിക്ക് ഉണ്ടാക്കണം. ആഹാ, ഐ ശരി. ആ റാം സിംഗ് ചെയ്ത് വെച്ചേക്കണ പണിയണ്ട. 10 രൂപ ഉഴുന്നോടലാണ് അവൻ ചന്ദ്രത്തിൽ കുത്തി വെച്ചേക്കണേ. എവിടെ കിടന്നവനോ എന്തോ. ഇതേത് വെള്ളം ഞാൻ കണ്ടില്ലല്ലേ. ചായ ചത്തുപോയ അച്ഛൻ എന്തിനച്ചാ ചായ? ഞാൻ കുടിച്ചോളാം. ഓ, അത് എവിടെ പോയി കിടക്കണോടോ? എടാ റാം സിംഗ്, റാം സിംഗ്. എന്താടാ നീ എവിടെ പോയിരുന്നു? ഞാൻ ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ എടുക്കാൻ പോയതായിരുന്നു ചേട്ടാ. ആണാ? എന്നിട്ട് എവിടെ? നോക്ക് ചേട്ടാ, ഇന്നത്തെ സ്പെഷ്യൽ കോഴി പിഴച്ചത്. കോഴി പിഴച്ചതാ? കോഴി പൊരിച്ചത് ചേട്ടാ. കടുവ തോരൻ. കടുവ തോരനോ? കണവ തോരനാണെന്റെ ചേട്ടോ. എന്റെ ഭഗവാനെ, ഇവരെയൊക്കെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്നെ വല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് പിടിച്ചോണ്ട് പോവും. ഇത് കൊള്ളാം, സിൽക്ക് ചിക്കൻ. എന്താണ് ഇത്? സില്ലി ചിക്കൻ ആണ് ചേട്ടോ. കക്കക്കറിയാണ് എന്റെ ചേട്ടാ. ഈ ചേട്ടന് മലയാളം വായിക്കാൻ അറിയത്തില്ല. അതെ, എനിക്ക് മലയാളം വായിക്കാനേ അറിയത്തില്ല. ഇനി വല്ലതും ഉണ്ടോ? തൈര് വടയുണ്ട്. എന്റെ ഭഗവാനെ, പൊന്നു മോനെ, മാറ്റി വച്ചോണേ. അവനെങ്ങാലും അത് എഴുതിയിരുന്നെങ്കിൽ വല്ല പോലീസ് വന്ന് എന്നെ പിടിച്ചോണ്ട് പോയേനെ. എന്റെ ഈശ്വരോ, നിങ്ങളത് കണ്ട? പറ്റി എഴുതി വെക്കാൻ പോലും ഞാൻ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. ആദ്യത്തത് ബിജുക്കുട്ടൻ, 309 രൂപ. എല്ലാ ദിവസവും രാവിലെ ഷൂട്ടുണ്ട്, മറ്റേണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരും. എന്നിട്ട് ചായ കുടിക്കും. വൈകിട്ട് തരാന്നും പറഞ്ഞോണ്ട് ഒറ്റ പോക്ക് പോണേയാണ്. ഇതുവരെ വൈകിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ലേ. അടുത്ത് നസീർ സംക്രാന്തി, 590 രൂപ. ഇന്നലെ വന്നപ്പോ ഞാൻ പറഞ്ഞു ഒരു 590 രൂപ ഉണ്ടേ തരണേന്ന്. 590 രൂപ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറയില്ലേ ഒരു 10 രൂപ ഇങ്ങോട്ട് തരും. ഞാൻ വിചാരിച്ച് 600 രൂപ റൗണ്ട് ആയിട്ട് ഇങ്ങോട്ട് തരാനായിരിക്കും ഒന്ന്. എവിടെന്ന് അതും കൊണ്ട് ഒറ്റ പോക്ക് പോയി ഇനി ഒരു ദിവസം വരുമ്പോ തരാന്ന്. എന്നിട്ട് ഞാൻ പരിപാടി ഇടുമ്പോ ഇങ്ങനെ കൈ നീട്ടി 1000, 2000, 1 ലക്ഷം വരെയാണ് കൊടുക്കണത്. പക്ഷെ ഇതുവഴി പോകുമ്പോ ഒന്ന് കൈയൊന്ന് തട്ടിയിരുന്നെങ്കിൽ എന്റെ കട ഒന്ന് തീരുമായിരുന്നു. അഥവാ ഇനി തീർത്തില്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ ഞാനും ഒരു കൈ അങ്ങോട്ട് തട്ടും. എന്ത് ഇൻസ്പെക്ടർ വരുന്നു ചേട്ടാ? അയ്യോ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. പോലീസ് ഇൻസ്പെക്ടർ അല്ല എന്റെ ചേട്ടോ.
നമ്മുടെ ഈ ഫുഡ് ഇൻസ്പെക്ടർ അയ്യോ അയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരണത്? അടുത്തുള്ള കടയെല്ലാം ചെക്ക് ചെയ്തിട്ട് അതെല്ലാം പൂട്ടി. അതൊക്കെ പൂട്ടിയാ? എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ കടയിൽ പഴയതായിട്ട് എന്തുണ്ടോ അതിനടുത്ത് അങ്ങ് മാറ്റി. ശരി ചേട്ടാ. എടാ നീ എന്തിനാ ഫ്രണ്ടിലോട്ട് പോണേ? ഷട്ടർ ഇടാൻ. എടാ എന്തിനാ ഷട്ടർ ഇടണേ? ഈ കടയിലെ പഴയ സാധനങ്ങൾ എടുത്ത് കളയുന്നതിന് പകരം ഈ കടയ്ക്ക് ഷട്ടർ ഇട്ടാ പോരെ ചേട്ടാ? ഓ എടാ അപ്പുറത്തെ മാതാ ഹോട്ടലില്ലേ, നീ നേരെ അങ്ങോട്ട് ചെന്ന് കുറച്ച് ബിരിയാണിയും പൊറോട്ടയും ചപ്പാത്തിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മുടെ ഫുഡിന്റെ പുറത്ത് ഇത് അങ്ങ് വെച്ച് കൊടുക്കാം. അങ്ങനെ നല്ലതല്ലേ പറയത്തുള്ളൂ. അത് നല്ല ഐഡിയ ചേട്ടാ, നല്ല ഐഡിയ. അപ്പൊ ഫുഡിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. പക്ഷെ ഈ മെനകെട്ടവനെ ഞാനൊന്ന് ഒരുക്കി എടുക്കണമല്ലേ. എന്റെ ഭഗവാനെ ആണ്ട കടന്ന് ചൊറിയണ കുളിയും വൃത്തിയൊന്നും ഇല്ല. ചേട്ടാ ലുക്കല്ലേ ചേട്ടാ? ലുക്ക് മോൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ ചേട്ടാ? എടാ അവരിങ്ങോട്ട് വരുമ്പം നീ ഇത്തിരി വൃത്തിയും വെടിപ്പും ഒക്കെ ആയിട്ട് നിക്കണം. ശരി ചേട്ടാ. നിന്റെ നഖം ഒന്ന് കാണിച്ചേ. എന്താണ് ഇത് രക്തരക്ഷസാ? ഇനി മാത്രം നഖം എന്തിനാണ് നീ വളർത്തുന്നത്? ചൊറിയാൻ വളർത്തുന്ന ചേട്ടാ. ഓ നീ എന്താണ് ഇങ്ങനെ ചൊറിയ? ചേന വല്ലോ ആണോ? ഇനി ഇവിടെ തിരിച്ചു വരുമ്പോ ഏതെങ്കിലും ഒരു മില്ലി പോയി കയ്യിലെ നഖം ഓർത്ത് മര്യാദയ്ക്ക് വിറവിന്റെ കൂട്ടത്തിൽ കൊണ്ടിട്ടോണം കേട്ടോ. ശരി. പിന്നെ എടാ നീ നേരെ എന്റെ വീട്ടിൽ പോ. വീട്ടിൽ പോകുമ്പോഴേ അവിടെ നല്ല ഷർട്ട് എന്തെങ്കിലും കാണും, അത് ഇട്ടോണ്ട് ഇങ്ങോട്ട് വരണം കേട്ടില്ലേ? ശരി ചേട്ടാ, ശരി. ഞാൻ നല്ല ലുക്കായിട്ട് വരാം ചേട്ടാ. അവ ഇത്തിരി നല്ല വൃത്തിയും വെടുപ്പായിട്ട് വന്നാ മതിയായിരുന്നു. എക്സ്ക്യൂസ് മീ. താനിവിടത്തെ ആരാണ്? ഞാനാണ് ഈ കടയുടെ ഓണർ, ഹൗസ് ഓഫ് ദ ഹോട്ടൽ ഓണർ. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഞാനും പിന്നെ എന്റെ ഒരു സ്റ്റാഫും ഉണ്ട്. ഒരാളെ ഉള്ളൂ? ഒരാൾ മതി. ഒരാൾ മതി സാറേ. അല്ല, ഈ ഹോട്ടൽ വെച്ചിട്ട് എത്ര വർഷമായി? ഇതെന്റെ അപ്പൂപ്പൻ തുടങ്ങി വെച്ച കടയാ. അപ്പൂപ്പൻ നേരെ അച്ഛനെ പാസ് ചെയ്തു, അച്ഛൻ നേരെ എനിക്ക് പാസ് ചെയ്തു. ഇപ്പൊ ഞാനാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത് കേട്ടോ. പിന്നെ ഈ കടയിൽ നമ്മൾ പഴയ സാധനങ്ങൾ ഒന്നുമേ കൊടുക്കാറില്ല. എനിക്കങ്ങനെ പഴയ സാധനം കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളെ കൊടുക്കാവൂ. അതാവുമ്പോ നമ്മുടെ കടയ്ക്ക് നല്ലതാണ്. ഭയങ്കര കച്ചവടമാണ് സാറേ ഇവിടെ. താൻ ആദ്യം സ്റ്റാഫിനെ വിളിക്കൂ. അവ ഇപ്പൊ വരും. വിളിക്കടോ. എടാ റാംസിംഗേ. മുതലാളി സൂപ്പർ അല്ലേ? ഓ സൂപ്പർ തന്നെടാ, സൂപ്പർ. ഇതെന്താടാ ഇത്? പാല് അങ്ങേർക്ക് കൊടുക്കാൻ ടേസ്റ്റ് ഉണ്ടോ നോക്കും മുതലാളി. ഓക്കെ. ഇതെന്ത് പൊട്ടക്കണത്തി കൈയിട്ടാ മുതലാളി? മുതലാളി കൊണ്ട്. നീ കൊട്. മുതലാളി കൊണ്ട്. നീ കൊട്. മുതലാളി കൊണ്ട്. നീ കൊട്. മുതലാളി കൊണ്ട്. അങ്ങോട്ട് വിടറാ. അവൻ കിടന്ന് നാടൻ പാട്ട് കളിക്കണം. പോടാ പോയി കൊട്. ശരേ പാല് തരൂ. അല്ല, എനിക്ക് കിച്ചൺ ഒന്ന് പരിശോധിക്കണമായിരുന്നു. എന്റെ പൊന്നെ സാറേ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പരിശോധിക്കാനായിട്ട് ഒന്നും ഇല്ല. ഇവിടെ ഭയങ്കര ഫ്രഷ് ആണ് അല്ലേടോ? ഫ്രഷ്. എന്നാലും എനിക്കൊന്ന് പരിശോധിക്കണം. എന്താ പിന്നെ സാറ് പരിശോധിച്ചു? ഇതെന്താണോ ബക്കറ്റിനകത്ത് ചിക്കൻ ഇട്ടേക്കുന്നേ? ചിക്കൻ വേസ്റ്റ് കൊണ്ട് കളയണോ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേടാ. അപ്പൊ അത് അങ്ങനെ വച്ചേക്കുന്നു. ഇതെന്താണോ? എലിമാളോ? അയ്യോ എലിമാളോ അല്ല സാറേ, അടുക്കളക്കകത്ത് എലിയെ വളർത്തുന്നുണ്ടല്ലേ? സാറേ ഇവിടെ എലി ഇല്ല സാറേ. അത് നിനക്ക് എങ്ങനെ അറിയാം? പാമ്പും കീരിയൊക്കെ കളത്തി കിടത്തുന്നിടത്ത് എങ്ങനാ സാറേ എലി വരുന്നേ? മുതലാളിക്ക് ഓർമ്മയില്ലേ നമ്മൾ ഇന്നലെ ഉള്ളിക്കറി വെച്ചപ്പോ സൈഡിലൊരു പുളകം കിടന്നത്? ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്യണമായിരുന്നു. ഫുഡ് ടേസ്റ്റ് ഞാൻ കുറച്ച് എനിക്ക് തരാം സാറേ. എടാ അപ്പുറത്തെ മാതാ ഹോട്ടലിൽ പോയി കുറച്ച് ബിരിയാണിയും ചപ്പാത്തിയും പൊറോട്ടയൊക്കെ മേടിച്ചോണ്ട് വാ. പെട്ടെന്ന് പോ. ചെറു മുതലാളി ഇങ്ങനെ പോവാ. പെട്ടെന്ന് വരണേ. എനിക്ക് വിശക്കൊന്നും ആദ്യം ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ഉള്ളതാ. പോയി എടുത്തിട്ട് വരൂ. എന്റെ പൊന്ന് സാറേ, ഞാൻ ഇവിടത്തെ ഓണർ അല്ലേ, ഞാൻ അങ്ങനെ കൊടുക്കത്തൊന്നുമില്ല. അവൻ വരട്ടെ, അവൻ സപ്ലൈ ചെയ്യും. എനിക്ക് കുറച്ച് സ്ഥലങ്ങളിലും കൂടി പോവാനുള്ളതാ. സമയാവാറായി, അതുകൊണ്ട് താൻ പോയി എടുത്തിട്ട് വാ. ഞാൻ തന്നെ എടുക്കണോ അല്ലേ? കഷ്ടമൊന്നും പറ. ശരിയാ. കൊള്ളാം. ആകെ ഒരു ചപ്പാത്തി ഉണ്ട്, അത് റബ്ബർ കണക്കിരിക്കണം. ആണ്ടടാ, ആ റാംസിംഗ് ചെയ്ത പണി ചിക്കൻ എടുത്ത് കടിച്ചു വെച്ചേക്കണ്. ഞാൻ ഇപ്പൊ എന്തോ ചെയ്യും? ഇപ്പൊ കൊണ്ടു കൊടുക്ക സാറേ. കഴിക്കൂ സാറേ. വയ്ക്കൂ. കഴിക്ക്. സാറേ മുതലാളി എന്ത് കിട്ടി.
അവിടെ ബിരിയാണി ഇല്ലായിരുന്നു, പകരം ചപ്പാത്തിയും നല്ല ചിക്കൻ കറിയും മുട്ടയും എല്ലാം ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ? നീ ഇത്തിരി കൂടെ ഇടാ പെട്ടെന്ന്. മാതാ ഹോട്ടൽ അവധിയായിരുന്നു. പിന്നെ നീ എവിടെ നിന്ന് വാങ്ങിച്ചേ? അല്ല, കീർത്തി ഹോട്ടലില്ല, അവിടെ ഞാൻ മേടിച്ചായിരുന്നു. കീർത്തിന്ന് വാങ്ങിച്ചല്ലേ? സാറേ, ഓ ഞാൻ ഞങ്ങളുടെ ഫുഡ് സാറേ, ഫുഡ്. ഓ തരൂ തരൂ തരൂ. കഴിക്കും സാറിന് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഓ പറയണേ. ഓ സൂപ്പർ! എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ നല്ല ആഹാരം കഴിച്ചിട്ടില്ല. പലതരം ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അടിപൊളി ഫുഡ് ഏട്ടാ. ഓ ഇത് എന്ത് ഇത്ര ടേസ്റ്റ് സാറിന് അറിയാമോ? ഞാൻ എന്റെ വീട്ടിലെ തെങ്ങീന്ന്, എന്റെ വീട്ടിലെ മില്ലീന്ന് ആട്ടി എടുക്കണം, നല്ല പച്ച വെളിച്ചെണ്ണ പൊരിച്ചെടുക്കുന്നതാണ്. അതാണ് ഇത്ര ടേസ്റ്റ്. അതെ അതെ അതെ. ആരുടെ വീട്ടിൽ നിന്ന്? എന്റെ സാറേ ചുമ്മാതാ. ഞാൻ കഷ്ടപ്പെട്ട് സൈക്കിളും ചവിട്ടി അങ്ങ് കീർത്തി ഹോട്ടലിൽ പോയി മേടിച്ചോണ്ട് വന്ന സാധനം ഇത്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല സാറേ. എന്റെ സാറേ, ഇവിടുത്തെ ഫുഡ് മനുഷ്യന്മാർക്ക് കഴിക്കാൻ കൊള്ളത്തില്ല. ഞാൻ തന്നെ തോണ്ടില്ല കാണുന്ന മാതാ ഹോട്ടലിൽ പോയാ ഫുഡ് എല്ലാം കഴിക്കുന്നത്. ഏത് വെളിച്ചെണ്ണ? വീട്ടിലെ ആട്ടിയ വെളിച്ചെണ്ണ. ഇത്ര പഴക്കമുള്ള സാധനമാണോ നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നത്? തന്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഓഹോ, 50 വർഷം പഴക്കമുള്ള ഹോട്ടലിൽ 5 ദിവസം പഴക്കമുള്ള ഫുഡ് കൊടുത്തിട്ട് ഇത്ര വലിയ കുഴപ്പം. തന്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. താങ്ക് യു സാർ. അതെന്തിനാടാ? ഇനിയെങ്കിലും എനിക്ക് നല്ല ഫുഡ് കഴിച്ച് ജീവിക്കാലോ. ചേട്ടാ നമ്മളിവിടുത്തെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന് ഒരു വലിയ കൈയടി. ബിജുക്കുട്ടൻ ചേട്ടാ, സൈന്ധവ്, അനന്യ, ദേവി, ഓ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ കളിച്ചിട്ട്? നല്ലായിരുന്നോ? തമാശകൾ ഉണ്ടായിരുന്നോ? നേരത്തെ ഒക്കെ കളിക്കുന്ന സ്കിറ്റ് പോലെ ഉണ്ടായിരുന്നല്ലേ? ദേവി എന്നും പറയാത്തെ ഞാൻ പറഞ്ഞു. ആണോ? കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കിറ്റ് നല്ല പാട്ടക്കം മോലപ്പടക്കം പൊട്ടണ പോലെ പൊട്ടിയതാ. നിങ്ങൾ അങ്ങനെയാണല്ലോ കളിക്കാറുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ തമാശ ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് എനിക്ക്, നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. കണ്ടന്റ് നല്ല കണ്ടന്റ് ആയിരുന്നു. കാരണം നമുക്കിപ്പോൾ എല്ലാ ചായക്കടകളിലും ഹോട്ടലുകളിലും ബാക്കിയൊക്കെ എല്ലായിടത്തും ഒരു ബംഗാളി എന്തായാലും ഉണ്ടാവും. ആ ബംഗാളിയുടെയൊക്കെ സംഭവം ആ കണ്ടന്റ് നല്ലായിരുന്നു. പക്ഷെ തമാശകൾ കുറഞ്ഞു പോയി. എനിക്ക് തോന്നുന്നു ദേവി ആദ്യം തുടങ്ങി അവസാനം വരെ നന്നായിട്ട് അഭിനയിച്ചിട്ടാണ്, നല്ല പ്രകടനമായിരുന്നു. കാരണം ആദ്യം തുടങ്ങി അവസാനം വരെ ഒരക്ഷരത്തിന് പെശകില്ലാതെ നല്ല ക്ലാരിറ്റി ആയിട്ട് സംസാരിച്ച് അവസാനം വരെ കൊണ്ടു നിർത്തിയിട്ട് അതങ്ങനെ അതൊരു പ്രത്യേകം കൈയ്യടി തരേണ്ട ഒരു കാര്യമാണത്. തമാശ കുറവാണെങ്കിൽ പോലും. പിന്നെ ഈ അനന്യക്ക് വന്നിട്ടും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു സൈന്ധവാണ് ശരിക്കും സെൻറ്റർലേസ് ചെയ്ത് നേരത്തെ ഒക്കെ കളിച്ചിരുന്നത്. ഇപ്പോഴും സൈന്ധവും ഒതുങ്ങിപ്പോയി. ദേവി നന്നായിട്ട് സംസാരിച്ചെങ്കിലും ഹ്യൂമർ കുറഞ്ഞുപോയി. അപ്പോൾ അടുത്തത് നന്നായിട്ട് വരും കേട്ടോ. മോശമാണെന്നല്ല പറയണത്, നല്ല പ്രകടനമൊക്കെ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. 3 പേരും നിങ്ങളെ പഠിപ്പിച്ച സാധനം വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്തു, അടിപൊളിയായിരുന്നു. പക്ഷേ ഹ്യൂമർ നമ്മൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച, നിങ്ങൾ കളിച്ച ഇതിന് മുമ്പ് കളിച്ച സ്കിറ്റുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഹ്യൂമർ വളരെ കുറവായിരുന്നു. കാരണം ഇതിനകത്ത് ദേവിലക്ഷ്മി തുടക്കം മുതൽ ഒന്നും മറക്കാതെ അവൾ അവസാനം വരെ കളിച്ചു കൊണ്ടെത്തി. പക്ഷേ ആ ഭാരം മുഴുവൻ ദേവിലക്ഷ്മിയിലേക്ക് മാറി എന്നുള്ളതാണ്. അവിടെ കുറഞ്ഞു പോയത് അനനയ്ക്കും കളിക്കാൻ കുറഞ്ഞു പോയി, സൈന്ധവനും വളരെയധികം കുറഞ്ഞു പോയി. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ 3 പേരും ഇങ്ങനെ കട്ടക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ NF വർഗീസിൻ്റെ ഒക്കെ ഫിഗർ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, കണ്ടായിരുന്നോ അത്? ആ പൊളിച്ചടിക്കുന്നത് അനനിയൊക്കെ. സൈന്ധവ, നിന്റെ പോർഷൻ നല്ല രസമായിരുന്നു. നല്ല രസമായിട്ട് നീ ഒരു ഉഗ്രം കൈഡ് നിനക്ക് തരാം. നീ എന്ത് ചെയ്താലും അടിപൊളി. ബംഗാളി പൊളിച്ചു. പക്ഷേ നീ ഒരു എന്താ പറയുക, നീ ഒരു സെൻറ്ററിൽ നിന്ന് കളിക്കുന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടി എന്ന് പറയുന്നത് കൗണ്ടർ ടു കൗണ്ടർ അടിച്ചടിച്ച് നിൽക്കുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇതിനകത്ത് ആ ഒരു പോർഷൻ ഒത്തിരി കുറവായിട്ട് തോന്നി. ബാക്കി നിങ്ങൾ 3 പേരും പെർഫോം ചെയ്തു. ഇനി അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം കേട്ടോ. 3 പേർക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോകുമ്പോഴാണ് അതിന് രസം വരുന്നത്. അത്ര പൊളിക്കില്ല അടുത്ത പ്രാവശ്യം? ഉറപ്പ് പറ, ഒരുമിച്ച് പറ. പൊളിക്കോ? താങ്ക് യു പ്രചോദേട്ടാ. നസീർക്ക, ഇതിൻ്റെ തുടക്കം നല്ല രസമായിരുന്നു. വടക്കകത്ത് തിരികെ എത്തിച്ചു വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇരുന്നത്. പിന്നെ ബംഗാളി ഓടി വന്നിട്ട് ഇവിടെ റൈഡിന് ആൾ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഒരുപാട് നല്ല സങ്കല്പത്തിലാണ് ഇരുന്നത്. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സബ്ജക്റ്റ് നല്ല സബ്ജക്റ്റാണ്, പക്ഷേ എവിടെയൊക്കെയോ ചില പാളിച്ചകൾ ഉണ്ടായിപ്പോയിട്ടുണ്ട്. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം അത് പിടിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ദേവിലക്ഷ്മി ഒരു വാക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ട് പോയായിരുന്നു, ഇനി വരുമ്പോൾ ഞാൻ സ്ത്രീയുടെ വേഷത്തിലേ വരുവുള്ളൂ എന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ. അതെന്താ പിന്നെ ഈ പ്രാവശ്യം ആണ് തന്നെ എടുത്ത് വന്നില്ലെന്ന് മാത്രമല്ല അനന്യയും കൂടെ ദേവിലക്ഷ്മിയുടെ വഴിയിലേക്ക് തിരിച്ചു വിട്ടു. മോൾ ഒതുങ്ങിപ്പോയി കേട്ടോ. അനന്യ മീശ വെച്ചപ്പം സംസാരിക്കാൻ പാടില്ല പോയോ? അതാണോ പറ്റിയത്? പക്ഷെ ലുക്ക് നല്ല ലുക്കാകട്ടോ. ലുക്ക് നല്ല ലുക്കാ. എനിക്കത് മനസ്സിലായില്ല. അപ്പൊ നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഈ പെർഫോമൻസിന്റെ മാർക്ക് ചോദിക്കാം അല്ലേ? ഈ ഫുഡിന് എത്ര
ബില്ല് തരുമെന്ന് നോക്കാം. നസീർക്ക, ഞാനൊരു 6000 രൂപ കൊടുത്തേക്ക്. 6000 രൂപ. പ്രചോദേട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 6000 രൂപ. ടോട്ടൽ 12000 രൂപ. ബിജുക്കുട്ടൻ ചേട്ടാ? ബാക്കി പിടിച്ചോ. ടോട്ടൽ എമൗണ്ട് 20000 രൂപ. അടുത്ത സ്കിറ്റ് നമ്മൾ പൊളിച്ചെടുക്കുന്നു. ഓക്കേടാ? ശരി, ഹെൽത്ത് സർ സാർ. എങ്കടുക്കെ വന്നടുക്കും വെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിങ്കട കണ്ണി കട്ടെടുത്തോ എൻ കിടാവും നീ കണ്ടെടുത്തോ അക്ക് കളിക്കുവാണോ? അക്ക് കളിക്കല്ല മനുഷ്യ, ഇവിടെ എല്ലാം വെള്ളം കിടക്കുന്ന തെന്നി വീടരുത് കേട്ടോ. എവിടെ വെള്ളം കിടക്കും? വെള്ളം കിടക്കുന്ന കണ്ടോ? അത് മാർബിൾ അല്ലേ, അത് വെള്ളമായിട്ട് നിനക്ക് തോന്നണതാ. ആണോ? പിന്നെ ഇവിടെ എന്ത് കണ്ടാലും തെളിഞ്ഞു കാണും. അയ്യോ പിള്ളാറച്ച, പിള്ളേരുടെ അച്ഛനാന്ന് നിനക്ക് അറിയാലോ. പിന്നെ എന്തിനാ എപ്പോഴും അത് പറയുന്നേ? എന്താ ഈ പറഞ്ഞു വരുന്നത്? പിള്ളേരുടെ അച്ഛനാന്ന് നിനക്ക് അറിയത്തില്ലേ? എനിക്കറിയാം നിങ്ങൾ പിള്ളാർ അച്ഛനാന്ന്, പക്ഷെ ഞാനൊരു ഇതിനങ്ങ് വിളിച്ചെന്നല്ലേ ഉള്ളു പിള്ളാർ അച്ഛന്ന്. എനിക്ക് പേര് വിളിക്കാൻ പറ്റുമോ? പിള്ളാറച്ച. പിന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിക്കാം. അവിടെ ഉണ്ടല്ലോ ആ സൈഡില് ഒരു വലിയ ദോശക്കല്ലിരിക്കുന്നേ. 500 പേർക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും വലിയൊരു ദോശക്കല്ല്. എടി അത് ദോശക്കല്ലാണോ? പിന്നെ എന്തുവാ അത്? സോളാർ പാനലല്ലേ? അയ്യോ, അവര് തന്നെ അത് പന്നലാന്ന് പറഞ്ഞ പിന്നെ ആരെങ്കിലും മേടിച്ചോണ്ട് പോവോ? പന്നലെന്നല്ലെന്ന്. പിന്നെ സോളാർ പാനല്. സോളാർ പാനലോ? നിന്നെ കൊണ്ട് നെടുമ്പാശ്ശേരി പോയാൽ ഞാൻ തെണ്ടിപ്പോയാനെ. ഈ സോളാർ പാനൽ നേരത്തെ വെച്ചങ്ങനെ കണ്ടിട്ട് പറയും തട്ടുകടയുടെ സംസ്ഥാന സമ്മേളനമാണ്. സാറേ ഓടിക്കോ. സാറേ നമസ്കാരം. സാർ വാസു, ഞാനാ വിളിച്ച സാറേന്ന്. എന്താ വിളിച്ചത്? സാറേന്ന്. എന്നെ ആരെയാ വിളിച്ചേ? സാറേ എന്താ ഈ പഴയ ഗവൺമെന്റ് സ്കൂളിലേക്ക് HM പോലെ തോന്നുന്നു? HM അല്ല, MH. അതല്ല, HM ഒക്കെ പോലെ തോന്നണം, അതുകൊണ്ട് വിളിച്ച. സാറേന്ന് വിളിച്ച ആള് കൊള്ളാം കേട്ടോ. എന്താണ്? ഒരു കെട്ടും പെറ്റയും പോയിലേയും കൂടി ഇരുന്നിട്ടേ രാവിലെ ഇത് മുറുക്കിയാലേ ഈ പുള്ളി രണ്ടിനും പോത്തുള്ളൂ. ആ പുള്ളിയാണ് സാറേന്ന് വിളിച്ചത്. എന്നാലും സാറേന്ന് വിളിച്ചപ്പോ നിങ്ങളുടെ ഒരു ചിരിയൊക്കെ കാണാം. അതായത് ഞങ്ങളുടെ പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നിറച്ച ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഇത് നോക്കണ കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതാ. ഇവിടുത്തെ ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് ഡെലിവറിയാണ്. എങ്ങനെ? വിത്തിൻ സെക്കൻഡ് ഡെലിവറിയാണ്. നീ ഡെലിവറി എന്ന് പറഞ്ഞ 4 ഡെലിവറി ഒരു ഓപ്പറേഷൻ പറഞ്ഞു. ഇനി ഡെലിവറി എങ്ങാനും പറഞ്ഞാ ഇവിടെ ചെരുപ്പ്. നിന്റെ അമ്മയുടെ പ്രായമില്ലടാ എനിക്ക്. എന്തിനാ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത്? എന്റെ ഡെലിവറി ഒക്കെ എന്താ കഴിഞ്ഞാടാ? നിനക്ക് കണ്ട ഉടനെ ഡെലിവറി എന്ന് പറഞ്ഞ ഞാനത് അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. ഓമനെ കുട്ടി ആരാന്ന് നിനക്ക് അറിയാമോ? എന്താത്? ഞാൻ പറഞ്ഞ അതല്ലെന്ന്. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട സാധനം വിത്തി സെക്കൻഡ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും എന്നാണ് ഞാൻ പറഞ്ഞത്. അയ്യോ, അങ്ങനെയാണല്ലേ? പേടിപ്പിച്ചു കളഞ്ഞല്ലേ? വീടൊക്കെ എങ്ങനെയാണ്, ഓടിട്ടതാണോ? നിനക്ക് പൊളിച്ച് കയറാനാണ്. അതല്ലേ, ചൂടുണ്ടോന്ന് ചോദിച്ചാണ് വീട്ടില്. ചൂടുണ്ട്, ഭയങ്കര ചൂടാ. രാത്രി കിടക്കുമ്പോ ഭയങ്കര ചൂടാ. അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യും, ഫ്രിഡ്ജ് അങ്ങ് തുറന്നിട്ട് അതിന് മുമ്പിൽ പാവിരിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങും. പിന്നെ കറണ്ട് ബില്ല് വരുമ്പോ അങ്ങ് ചൂടാകും. ഞങ്ങൾ പരസ്പരം അങ്ങ് ചൂടാവും. പിന്നെ എന്തിനി? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ ഇരിക്കുന്ന സാധനം കണ്ടത്? AC ആണ്. AC കൊള്ളാല്ലേ? ഇഷ്ടപ്പെട്ടല്ലേ? അപ്പൊ അത് ഓക്കെ. പിന്നെ ഈ വീട്ടില് അലക്കുന്ന സാധനം ഉണ്ടോ? അലക്കുന്ന സാധനം ഉണ്ടല്ലോ. അലക്കുക മാത്രല്ല, എത്ര മുഷിഞ്ഞ തുണി അലക്കി തെളിച്ച് വെളുപ്പിച്ച് എന്റെ കൈ കൊണ്ട് വെച്ച് തരും. ഏത് സാധനം? ഈ സാധനം. അതല്ല, ഇതിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇരിക്കുന്ന സാധനം കണ്ടോ നിങ്ങൾ? ഇരിക്കണ്ട ആ ബോക്സ്, വലിയ ബോക്സ്. അതിനൊരു പ്രത്യേകത. സ്വിച്ച് ഇട്ടാ മതി. തുണി എടുത്തിടുക, സോപ്പ് പൊടി ഇടുക, വെള്ളം ഒഴിക്കുക, കഴുകി ഉണക്കി നമ്മുടെ കയ്യിൽ വിത്ത് സെക്കൻഡ് തരും. കഴുകി ഉണക്കി തരും, വിത്ത് സെക്കൻഡ് തരും. നമ്മൾ പോയി എന്റെ വയറൊന്ന് കഴുകാലോ. എന്താ അതിനകത്ത് കയറി കിടക്ക്, ഞാൻ ഓണാക്കാം. അയ്യോ, ഈ പുള്ളിക്കാരൻ കുറച്ച് നാളുകൊണ്ട് പറയുന്നത് വയറ് കഴുകണമെന്ന് പറഞ്ഞാൽ വയറ് കഴിയിട്ട് പോകും. സംഭവം ഓക്കേണ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, സംഭവം ഇഷ്ടപ്പെട്ടു. സാറിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞു. എന്റെ അഡ്രസ് രവി പുത്തമ്പുരക്കൽ. ഇതെന്താ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കൂളിംഗ് ഗ്ലാസ്. അയ്യോ, കൂളിംഗ് ഗ്ലാസ് അല്ല. ഇത് ശരിക്കും നമ്മളിത് വീട്ടിൽ നമുക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാണാത്ത കാഴ്ചകളെല്ലാം നമ്മൾ കാണാത്ത കാഴ്ച എല്ലാം കാണും. എല്ലാം കാണാം. 10-45 വർഷമായിട്ട് ഈ മോന്ത എന്നെ കണ്ടോണ്ടിരിക്കുക. എനിക്ക് കാണാത്ത കാഴ്ചകൾ കാണണം. എല്ലാ കാഴ്ച എനിക്ക് കാണണം. അതെ, ഒരു കാര്യം ചെയ്യാം. അത് വെച്ച് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാറുണ്ട്. എങ്ങനെ ഇത് വെച്ചിട്ട് ഇത് വെച്ച് നമ്മളിങ്ങനെ നമ്മൾ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും നമുക്ക്.
എന്തുവാണ് നിനക്ക് പ്രാന്തായിരുന്നോ? എന്നെ ഒരു വലിയൊരു സാധനം ആക്രമിക്കാൻ വേണ്ടി വന്ന് അയ്യോ ഞാൻ എന്നെ അടിച്ചു കൊന്നു കളഞ്ഞ്. 45 വർഷത്തെ പ്രതികാരം ചെയ്തതാണ് ഇവിടെ എന്നോട്. നിങ്ങൾ എന്നെ താഴെ കിടക്കുന്നേ? നീ എന്നെ ഇടിച്ചു വീഴ്ചതാന്നു. ശരിക്കും നിങ്ങളാണോ എന്നെ കൊല്ലാൻ വന്നേ? അയ്യോ അപ്പൊ ഒരു കാര്യമുണ്ട്. ആക്കിയതോ? അപ്പൊ ഞങ്ങൾ ഈ അഡ്രസ് പ്രകാരം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം കയറ്റി വിട്ടു. സാധനം എല്ലാം പാക്ക് ചെയ്ത് കയറ്റി വിട്ടു. അയ്യോ എവിടെ കയറ്റി വിട്ടെന്ന്? ഇനി സാർ ഒരു 1.5 ലക്ഷം രൂപ ഇങ്ങോട്ട് അടച്ചാൽ മതി. 1.5 ലക്ഷം രൂപയോ? എന്തിനാ? സാറേ പിന്നെ സാറല്ലേ പറഞ്ഞ അത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഇത് അപ്പൊ തന്നെ വിത്ത് സെക്കൻഡ് ഞങ്ങൾ അപ്പൊ തന്നെ നേരെ ഡെലിവറി ചെയ്യും. ഞങ്ങൾ അറിയില്ലേ? എടാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അപ്പഴാ നീ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിടുവാന്നോ ചെയ്യുന്നത്? പിന്നെ സാധനം കൊടുക്കണ്ടേ? 1.5 ലക്ഷം രൂപ വേണം. ഞങ്ങൾ ഇവിടെ വന്നതല്ലെന്നോ. പിന്നെ നിങ്ങൾ ഇവിടെ വന്നതാണ്. ഞങ്ങൾ ഉത്സവം കൂടാൻ വന്നതാടാവേ. എന്റെ ദൈവമേ, ഉത്സവം കൂടാനായിട്ട് ഇതിനകത്ത് പൊന്നെ വിത്തിൻ സെക്കൻഡേ, ഞങ്ങൾ അപ്പുറത്തെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അവിടെ സമൂഹ സദ്യ കഴിക്കാൻ വേണ്ടി വന്നതാ. ആ പുറത്ത് നിന്നുള്ള ഒരാള് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറുന്നു. അയ്യോ അതല്ല, അത് എയർമാനാണ്. അത് ഇങ്ങനെ വീശിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ദൈവമേ, അത് കണ്ടിട്ടാണ് ഇതിനകത്ത് അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. എനിക്കിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പൈസ അടച്ചാൽ പറ്റുള്ളൂ ഇവിടെ നിന്ന്. സമയം എന്തേ? സമയം ഇപ്പൊ 3 ഞങ്ങളുടെ ബസ് വരാൻ സമയമായി. അയ്യോ, എന്റെ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവമേ, മുതലാളിയോട് ഞാൻ എന്ത് പറയട്ടെ? അയ്യോ, ഹലോ വിത്തിൻ സെക്കൻഡ്. അയ്യോ, പിന്നെ കയറി വന്നു. അതെ, ഞങ്ങളുടെ ബസ് അങ്ങ് പോയി. ഇനി 6:45 ബസ്. ഞങ്ങൾ ഏതായാലും ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് അതെ നമുക്ക് കൂളർ നോക്കാം. കൂളർ എന്തോ ഇറങ്ങിപ്പോ. എന്റെ ദൈവമേ, ഈ കഷ്ടകാലം എന്നെ കൊണ്ടേ പോകുള്ളൂ. ദൈവമേ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. സമയം കഴിഞ്ഞു, നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അടിപൊളിയായിരുന്നല്ലേ? എല്ലാ തവണത്തെയും പോലെ ഈ സ്കിറ്റ് നമ്മൾ കലക്കി. സൂപ്പർ. നമ്മുടെ ജഡ്ജസിന്റെ വക ഒരു നല്ല കൈഡി നമ്മുടെ കായംകുളം ദേവികുളങ്ങര പഞ്ചായത്തിലുള്ള എല്ലാവർക്കും കൊടുക്കണം. നല്ല ഓഡിയൻസ് ആയിരുന്നല്ലോ. തുടക്കം മുതൽ എപ്പിസോഡ് തീരുന്ന വരെ നല്ല എനർജി ആയിട്ടിരുന്നു. അപ്പൊ നമുക്ക് പോയിട്ട് അടുത്ത ദിവസം വരാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ശുഭരാത്രി.